വൈൽഡ് ലൈഫ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വളരെ രസകരമായിട്ട് പറയാം. പക്ഷേ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അല്ല, വല്ലാത്ത പണിയാണ്. ഒരു ക്ലിക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമകരമായ ദൗത്യങ്ങളാണ്. ഞാൻ ഇൻസ്റ്റ ഇങ്ങനെ നോക്കുമ്പോൾ പുലികളും കടുവയൊക്കെ നിറഞ്ഞു നിൽക്കുക. ഇവന്മാരെയൊക്കെ എങ്ങനെ ക്യാമറയ്ക്കുള്ളിലാക്കി എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ ഒരു വേ ഓഫ് ഇതിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, രാജ്യം നഷ്ടപ്പെട്ട രാജാവ്, കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടി, ഒരു ഫോട്ടോഗ്രാഫിയുടെ അവസരം നഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫറുടെ വേദന ഒരുപോലെ. കാരണം എന്താ വെച്ചാൽ കാട്ടിൽ പോയിട്ട് നമുക്കൊരു സീക്വൻസ് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ അവസരങ്ങളിലും നമുക്ക് കിട്ടുന്ന ചാൻസുകൾ നമ്മൾ ഓരോ സ്റ്റാർട്ടിങ്ങിൽ, ഞാൻ ബാക്ക് ഇൻ 2006 ഓൾമോസ്റ്റ് സ്റ്റാർട്ടഡ്, ആ സമയത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അന്നേരം മുതൽ എടുത്ത് പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ട്രിപ്പുകളിലും ഓരോന്നും സെയിം, ചിലപ്പോൾ ചോദിക്കും സെയിം കാട്ടിലേക്ക് തന്നെയല്ലേ വീണ്ടും പോകുന്നതെന്ന് ചോദിക്കും. ഇപ്പൊ രണ്ടുമ്പോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പിന്നെയും അങ്ങോട്ട് തന്നെ പോയിട്ട് എന്ത് കിട്ടണം, പക്ഷെ അന്ന് കണ്ടതായിരിക്കില്ല പിന്നെ നമ്മൾ കാണും. കടുവ സെയിം ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ മാനിനെയാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് മാൻ, സ്പോട്ടഡ് ഡിയർ. അപ്പൊ അതാണെങ്കിലും പക്ഷെ അതിന്റെ മൊത്തത്തിലുള്ളൊരു ഹാബിറ്റാറ്റും ഇതും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും രണ്ടാമത് പോകുമ്പോൾ. അങ്ങനെ എടുത്തെടുത്ത് പല ടൈപ്പിലും എടുത്തു വെച്ചേക്ക്. ഈ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഒത്തിരി ദിവസം കാത്തിരുന്ന് കിട്ടുന്ന പടങ്ങൾ ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല, പക്ഷെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു പടവും കിട്ടിയെന്ന് ഇരിക്കും. ഇത് നമ്മുടെ ഇവിടെയൊക്കെ ചില സ്പോട്ടുകളിൽ ഇങ്ങനെ ടൂറിസ്റ്റുകൾ പോലെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടിയുണ്ട് ഇപ്പോൾ. പക്ഷെ യഥാർത്ഥ കാടുകളൊക്കെ എന്ന് പറയുന്നത് ഇപ്പോ മുൻപത്തെ അവസ്ഥയിൽ അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ചെയ്തിരുന്നത്. എങ്ങനെയായിരുന്നു സുഭാഷിന്റെ ഒരു? എല്ലാവരെ പോലെ തന്നെ ഞാനും കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കടുവയെ കാണാം അല്ലെങ്കിൽ ആനയെ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ ഒരാളാണ്. അപ്പൊ ആദ്യമൊക്കെ പോയപ്പോ ഒന്നും കണ്ടിട്ടില്ല. കുറെ ട്രിപ്പുകൾ, ട്രാവൽ, അതിന് വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ശരിക്കും വൈൽഡ് ലൈഫിലേക്ക് വരുന്നത് തന്നെ. എനിക്ക് വണ്ടി ഓടിച്ച് ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫി അതിന് മുമ്പേ ഉണ്ടായിരുന്നു? ഇല്ല. ഞാനത് ഇതിലേക്ക് വന്നത് ഈ ട്രാവലിൽ കൂടെ. ട്രാവൽ ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിച്ചു പോകും. ആ സമയത്ത് ഞാനും വൈഫും, ഞാൻ ഭയങ്കര ഏജിൽ തന്നെ കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ട്രാവലിൽ പോവും. അവിടെ എവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് തോന്നും ഒരു ക്യാമറയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ. ബട്ട് ദെൻ ഐ കം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. അന്നേരത്തെ സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ക്യാമറയൊക്കെ മേടിക്കാന്ന് പറഞ്ഞാൽ 50,000 അടുത്തൊക്കെ ആ സമയത്ത് തന്നെ വിലയുണ്ട്, DSLR. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാനിങ്ങനെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഫ്രണ്ട് മോർ ഓഫ് എ ബ്രദർ എന്ന് പറയും, പുള്ളി പറഞ്ഞു, പുള്ളി UK വർക്ക് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞു ഞാൻ ക്യാമറ കൊണ്ടുതരടാ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എനിക്ക് ഒരു ക്യാമറ, ക്യാനൻ്റെ ഒരു ക്യാമറ കൊണ്ടു തന്നു. അതിന് 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് പുള്ളിയുടെ പൈസയൊക്കെ കൊടുത്ത് ഞാൻ അങ്ങനെ ഒരു ക്യാമറ സ്വന്തമായിട്ട് കിട്ടണ ആദ്യം. ഒരുമാതിരിപ്പെട്ട എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും ഒരു കഥ ഉണ്ടാവില്ലേ, 10ാമത്തെ വയസ്സിൽ എനിക്ക് അച്ഛൻ എൻ്റെ ബർത്ത്ഡേക്ക് ക്യാമറ ഗിഫ്റ്റ് തന്നു. എനിക്ക് അങ്ങനെയുള്ളൊരു കഥയില്ല. ഞാൻ വളരെ ലേറ്റ് ആയിട്ട് വന്ന ഒരാളാണ്. ലേറ്റായിട്ട് അതൊരു ക്യാമറ ടച്ച് ചെയ്ത് തന്നേരം ഒരു 24 വയസ്സ് 25 വയസ്സായപ്പോഴാണ് ഒരു ക്യാമറയിൽ തൊടുന്നത് തന്നെ. അപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് പിന്നെ എൻ്റെ ട്രാവലുകളൊക്കെ പിന്നെ ഇങ്ങനെ ഫോട്ടോഗ്രാഫി ഓറിയൻറ്റഡ് ആയി. എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ എവിടെയെങ്കിലും അങ്ങനെയായി. അങ്ങനെ നേച്ചറിലേക്കുള്ള ട്രാവലായി. കബനിയിൽ പോയി ഒരു ട്രിപ്പിൽ. അവിടെ ഒരു ടേണിംഗ് പോയിന്റ്, ഫോട്ടോഗ്രാഫർ ആവണം എന്നുള്ളൊരു ടേണിംഗ് പോയിന്റ് അവിടെ നിന്നാണ്. ഞാനും വൈഫും മോനുണ്ടായിരുന്നു. അപ്പൊ അവരുടെ വിചാരം ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്നല്ല. അന്ന് എൻ്റെ കയ്യിലുള്ള ഒരു 70-300 നോർമൽ ലെൻസും ഈ ക്യാമറയാണ്. അപ്പൊ ഞാൻ കബനിയിലേക്ക് ചെന്നപ്പോൾ എനിക്ക് അന്ന് ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, സോ വേർ ഐ ആം എൻറ്ററിങ്. ബിക്കോസ് എനിക്ക് തോന്നി ഐ ആം എൻറ്ററിങ് ടു എ നൈറ്റ് ക്ലബ് വിത്തൗട്ട് നോയിങ് ദ ഡ്രസ് കോഡ്. അതായത് നമുക്ക് അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ കയ്യിൽ 800 mm 600 mm ഒക്കെ ബിഗ് ബസൂക്കാസ് ആണ്. ഞാൻ ഈ 70-300 പഴയ ഒരു സാധനം എൻ്റെ ക്യാമറയും പിടിച്ചോണ്ട് ചില്ലായിരുന്നു. പക്ഷെ എന്നാലും നമുക്കൊരു പ്രതീക്ഷയാണ്. ഞാൻ അവിടെ ഇത് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഒരു ഇതിലുണ്ടായിരുന്നൊരു വെൽ നോൺ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, കാരണം നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിന് ഞാൻ പുള്ളിയോട് ഒരു ലെപ്പേർഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ പുള്ളി അടുത്തേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, സുഭാഷ്, യു ബെറ്റർ എൻജോയ് ദ സീൻ വിത്ത് ദ ഫാമിലി, ദിസ് ക്യാമറ ഈസ് നോട്ട് ഗുഡ് ഇനഫ് ടു ക്യാപ്ചർ ദ സീൻ എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞ ചങ്കത്ത കൊണ്ട് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. കാരണം എൻ്റെ വൈഫും കുട്ടിയും ഇരിക്കുകയാണ്. അവരുടെ ധാരണ ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, ആനേനെയൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ള ധാരണയിലിരിക്കും. പെട്ടെന്നൊരാൾ വന്നിട്ട് പറയാണ് ഇത് ക്യാമറ അതിനുള്ള ഇതില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് രാത്രി ഞാൻ കരഞ്ഞു. കാരണം എനിക്കിതിൽ എന്തെങ്കിലും ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് നടക്കുന്ന കഥ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ അന്ന് രാത്രി എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നമുക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കാത്തതെന്നുള്ളൂ, എല്ലാവരും അങ്ങനെയല്ല, ആരും അമ്മയുടെ വീട്ടിൽ നിന്ന് ഫോട്ടോഗ്രാഫറായിട്ട് വരുന്ന ആളൊന്നുമല്ലല്ലോ, എല്ലാവരും. എന്നിട്ട് ഞാൻ ശരി എന്നപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ച ഉള്ളിൻ്റെ ഉള്ളിലൊരു തീരുമാനം എടുത്തു.
അതായത് ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ ഗിയർ, ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ പെർസ്പെക്റ്റീവ്, ഹൗ യു സീ, എങ്ങനെയാണ് നമ്മൾ കാഴ്ച കാണുന്നത്. അത് ഒപ്പിയെടുക്കാനുള്ളൊരു ഗിയർ മാത്രമാണ് ക്യാമറ. നമ്മുടെ കാഴ്ചപ്പാടാണല്ലോ വ്യത്യാസം, നമ്മളെങ്ങനെ കാണുന്നു അതിന് ഇത് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഏത് ക്യാമറയിലും മൊബൈലും കൊണ്ടാണെങ്കിലും നമുക്ക് എടുക്കാവുന്നത്. പക്ഷെ അതിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയത് സീരിയസ് ആയിട്ട് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി, സീരിയസ് ആക്കി എടുത്തു. ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല. ഇൻ 2013 ആയപ്പോഴത്തേക്കും വളരെ സീരിയസ് ആയിട്ട് എടുത്തി. അങ്ങനെയാണ് ഇവിടം വരെ എത്തി. സൂം ലെൻസ് വാങ്ങിച്ചു. സൂം ലെൻസ് ഫസ്റ്റ് ക്യാനന്റെ 100-400 ഒരെണ്ണം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നിക്കോണിലേക്ക് മാറിയായിരുന്നു. നിക്കോണിന്റെ ഇതെടുത്തപ്പോൾ D750 ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, പിന്നെ D850, പിന്നെ 200-500. പിന്നെ ഞാൻ റെന്റിന് എടുക്കാൻ തുടങ്ങി. ക്യാമറ ലെൻസൊക്കെ റെന്റിന് കിട്ടും. കാരണം അഫോർഡബിൾ അല്ല, നമുക്ക് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രയോറിറ്റീസ് ഒരുപാട് ലൈഫിലുള്ള കാരണം അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ റെന്റിന് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 400-600 എൻ്റെ ഗോ ടു ലെൻസ് 400 ആകും. പിന്നെ ബാക്ക് ഫ്രം 2016-17 ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ മേടിച്ചു എൻ്റെതായി. ഇപ്പൊ ഒരുമാതിരിപ്പെട്ട എല്ലാ ലെൻസും ക്യാമറകളും. ശരിക്കും ഒരു 400 എങ്കിലും വേണ്ടേ ഇതിന്? 400 മിനിമം നമുക്ക് ഇപ്പൊ ഇന്ത്യൻ ഫോറസ്റ്റിലൊക്കെ പോകുമ്പോൾ മിനിമം ഒരു 400 ഇതെങ്കിലും റീച്ച് എങ്കിലും. കാരണം നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴായിരിക്കും എങ്ങനെയായിരിക്കും. അപ്പൊ 400 ആകുമ്പോൾ നമുക്ക് അല്പം, പിന്നെ 2.8 ആണ് അപ്പർച്ചർ, അപ്പോൾ നല്ല ഓപ്പണിങ് കിട്ടും. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എൻ്റെ ഗോ ടു ലെൻസ് 400 ആണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ 400 ഒരു 70-200 ക്യാരി ചെയ്യും. പിന്നെ ഒരു വൈഡ് ആംഗിൾ. അതാണ് ഇത്. കാരണം നമ്മൾ ഒരു കാടിനെ കാണിക്കുമ്പോൾ, കാട്ടിൽ ഒരു കടുവയോ അല്ലെങ്കിൽ ആനയോ ഒരു മാനയില്ല, അതിനെ കാണിക്കുമ്പോൾ കാടോടുകൂടി കാണിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഫോട്ടോ എടുക്കാം, പക്ഷെ ഈ കാടിന്റെ ഭംഗിയോടുകൂടി അതിൽ. അതെ, ഞാൻ ആ മാനിന്റെ നിങ്ങൾ വീഡിയോ, അതിനകത്ത് വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ട്. അതിൽ കാടാണ് പകുതിയിൽ കൂടുതൽ, ഇവരുടെ കൊമ്പുകൾ മാത്രം നിൽക്കുന്നത്. അത് ഭയങ്കര രസമുള്ള. അതെന്താ വെച്ചാൽ നമ്മുടെ പെർസ്പെക്റ്റീവാണ്. നമുക്ക് ഫോട്ടോ എടുക്കാൻ എല്ലാവർക്കും പറ്റും, എല്ലാവരും ഫോട്ടോ എടുക്കും. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുക്കൽ ഭയങ്കര എളുപ്പമാണ്, ഷട്ടർ ബട്ടൺ ഞെക്കിയാൽ മതി. പക്ഷെ നമ്മൾ ഞെക്കുന്നതിന് മുമ്പ് അതിന്റെ ഉള്ളിൽ കൂടെ കാണുന്ന കാഴ്ച നമുക്ക് എങ്ങനെ കാണിക്കണം എന്നൊരു ധാരണ ഉണ്ടാവും. നമ്മൾ വ്യൂ ഫൈൻഡറിൽ കൂടെ നോക്കുമ്പോൾ ഇതെങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്കൊരു പെർസ്പെക്റ്റീവ് മാറും. ഇപ്പോൾ ഓരോ ഫോട്ടോകളാണെങ്കിലും ചിലപ്പോൾ നമുക്ക് കുനിഞ്ഞു എടുക്കേണ്ടി വരും, ചിലപ്പോൾ പല പൊസിഷനിൽ നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫോട്ടോ, അതിനുള്ളൊരു ടൈം കിട്ടുമോ? നമ്മൾ പടപട അടിക്കല്ലേ? ഇല്ല, അതാണ് പറഞ്ഞത്. അത് നമ്മളിങ്ങനെ പോയി അപ്പം നമ്മൾ ആദ്യമൊക്കെ സീക്വൻസിലൊക്കെ കാണുമ്പോൾ ഞാൻ എടുക്കില്ല. ഞാൻ ആദ്യം ആഫ്രിക്ക പോയപ്പോഴുള്ള ഫസ്റ്റ് ട്രിപ്പിൽ, എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് ആഫ്രിക്കയിൽ ഭയങ്കര സംഭവമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പ് ആഫ്രിക്ക മെക്ക ഓഫ് വൈൽഡ് ലൈഫേഴ്സ് എന്നാണ് പറയണത് തന്നെ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് വരുൺ ആദിത്യൻ, ഞങ്ങൾ ക്ലോസ്, ഈസ് മൈ ബ്രദർ എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് കുറേ വർഷങ്ങളായിട്ട്. 2013 മുതൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ട്രിപ്പുകളും പോകും. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഐ തിങ്ക് ദിസ് ഈസ് ഇൻ ബാക്ക് ഇൻ 2016 തോന്നും. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന്, അപ്പോൾ നെയ്റോബിയിൽ നിന്ന് വിൽസൺ എയർപോർട്ടിൽ നിന്ന് ഒരു ചെറിയ ഫ്ലൈറ്റിലാണ് കയറുന്നത്. ഈ 12-14 പേരെ കൊണ്ടുപോകുന്ന ചെറിയ, നമ്മുടെ CID മൂസയിലെ സലീം കുമാർ ഓടിക്കുന്ന സാധനം. അപ്പം അതിൽ പോവാണ്. അപ്പോൾ അവിടെ എയർ സ്ട്രിപ്പുകളാണ് അവിടെ. അപ്പോൾ അവിടെ ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് പുള്ളി ഇറങ്ങിയില്ല, അബോർട്ട് ചെയ്തു, തിരിച്ചെടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു, സോറി വി കുഡന്റ് ലാൻഡ്, ദെയർ വാസ് എ ജിറാഫ് ഓൺ ദ റൺവേ. ദാറ്റ് വാസ് ഹൗ ഐ ഗോട്ട് വെൽക്കം ടു ആഫ്രിക്ക. ഫസ്റ്റ്, അതായത് ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ മുകളിലേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടു അവിടെ നിന്ന് സാധനം അങ്ങനെ തലയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ റൺവേയിൽ ഈ എയർ സ്ട്രിപ്പിൽ ഇതൊക്കെ വരും, ചീറ്റയൊക്കെ ഹണ്ട് ചെയ്യുമ്പോൾ സീക്വൻസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്ന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെയാണ് ആദ്യത്തെ ട്രിപ്പ്. ആ ട്രിപ്പിൽ ഒരു 2500-3000 ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ടാവും മൊത്തം. ഒരു 5 ദിവസം അവിടെ ഉണ്ടായിരുന്നു. കാരണം കാണുന്നതൊക്കെ ക്ലിക്ക് ചെയ്യാണ്. പക്ഷേ കഴിഞ്ഞ മാസം ഞാൻ ആഫ്രിക്കയിൽ പോയിട്ടുണ്ടാവും, അതിലൊരു 200 ഫോട്ടോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ എന്താണ് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ എടുക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വരുമല്ലോ. നമ്മൾ ആ പഠിച്ച് ഓരോ ദിവസം കാണുന്ന സീക്വൻസുകൾ നമുക്ക് ഏതാണ് വേണ്ടത്, ഏതാണ് വേണ്ടാത്തതെന്ന് തിരിച്ചറിയാനുള്ളൊരു സമയം എത്തും. ആ സമയമാകുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പെർസ്പെക്റ്റീവ് ഒക്കെ നമ്മുടെ ഉണ്ടാകുന്നത്. അടിപൊളി.